ടീനേജ് ടൈമിലൊക്കെ ഈ നമുക്കൊക്കെ ആ ഒരു ഹോർമോൺസിൻ്റെ ഒക്കെ റഷ് ഉണ്ടാവുമല്ലോ. ടീനേജ് ടൈമിലൊക്കെ ഹോർമോണിൻ്റെ റഷ് വന്ന് ടെസ്റ്റോസ്റ്ററോൺ എന്തൊക്കെ വന്നിട്ട് ഒരു പുതിയൊരു മേഖല തുറക്കുന്നുണ്ട് അവിടെ. ശരിക്കും സെക്സ് തോട്ട്സും അതൊക്കെ വരുന്നൊരു മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിലുള്ളൊരു നോളജ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള അഡൾട്ടായിട്ടുള്ള ആൾക്കാരും അന്നത്തെ അഡൾട്ടായിട്ടുള്ള ആൾക്കാരും പിന്നെ ഈ പോണും ലൈക്ക് ഇങ്ങനത്തെ ഇതിൽ നിന്നൊക്കെയാണ് കിട്ടിയിരുന്നത്. പക്ഷേ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് അങ്ങനത്തെ അന്ന് പോയ ആ ചിന്തകളൊക്കെ നമ്മളെ കുറേ രീതിയിൽ നല്ല രീതിയിലോ അല്ലെങ്കിൽ മോശം രീതിയിലോ അത് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ടുണ്ട് എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുന്നത് ശരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ചിന്തിക്കേണ്ടത് എന്നുള്ള ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെക്ഷൽ തോട്ട്സ് നമ്മളെ ഡീപ്പായിട്ട് നമ്മളെ ജീനിൽ തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ എവല്യൂഷൻ വഴി കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ അത് എന്താ ഇയാളുടെ പ്രശ്നമായിട്ട് ഇയാൾ അനുഭവിക്കുന്നത്? അതെന്താ വെച്ചാൽ അത് നമ്മൾ മ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് നമ്മളുടെ സെക്ഷൽ തോട്ട്സേ അങ്ങനത്തെ ഇതിൽ നമ്മളെ മേജർ ചിന്തകളിൽ അത് ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സെക്ഷൽ എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള സെക്ഷൽ തോട്ട്സ് എന്താ വരുന്നോണ്ട് എന്താ കുഴപ്പം? എന്താ കുഴപ്പമില്ല, പിന്നെ കുഴപ്പമുണ്ട് എന്നുള്ള ഇതല്ല. പക്ഷേ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ലൈക്ക് അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ലൈക്ക് അതെന്തിനാണ്? ദ സെൻസ് എപ്പോഴും ആ തോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ആ തോട്ട് വരാതിരിക്കേണ്ട ആവശ്യം എന്താ? ഇല്ല. അതെ, അതാണ് പറയണ്ടത്. എന്തിനാണ് അത് വരുമ്പോൾ എന്താണ് പ്രശ്നം? എന്താ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ടീച്ചറെ പറ്റി അങ്ങനെ ചിന്തിക്കരുതെന്ന് പറയും. പക്ഷേ നമുക്ക് എന്താണോ ചിന്തിക്കാതിരിക്കേണ്ട അത് ചിന്തിക്കരുതെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ പിന്നെ ഉള്ളിൽ ഗിൽറ്റായിരിക്കും. പിന്നെ അത് വെച്ചിട്ടാണോ അത് ആ ഗിൽറ്റിൻ്റെ സ്ഥലമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്താണ് ലൈംഗികത? ഇപ്പോൾ ഇയാൾ അതിന് മലയാളം നമുക്കില്ല. നമുക്ക് മലയാളത്തിൽ ലൈംഗികത എന്ന് പറയുന്നത് സംസ്കൃതമാണ്. എന്താണ് മലയാളം? വാക്കുപോലും ഇല്ലാത്ത അത്ര പ്രാകൃതമായ ജീവികളാണ് നമുക്ക്. മലയാളമില്ല. എന്തുകൊണ്ടാണ് അതില്ലാതെ ആയിപ്പോയത്? അതൊരു കേൾക്കുമ്പോൾ തന്നെ മാറ്റി വെക്കുന്നൊരു സാധനമായിട്ടാണ്. അതാ പറഞ്ഞത്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? ഇയാൾ ലോകത്തെ ഏതെങ്കിലും ഒരു അറിയുന്ന തനിക്ക് കണ്ണിൽ കാണുന്ന ജീവികൾ ഏതെങ്കിലും ഒരെണ്ണം ലൈംഗിക ബന്ധത്തിലൂടെ അല്ലാതെ കുഞ്ഞിനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അടുത്ത തലമുറ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് ഇത്ര മോശമായത് എങ്ങനെയാണ്? മോശമായിട്ടില്ല. പിന്നെ മോശമല്ലെങ്കിൽ പിന്നെ അത് എന്തിനാ ഒഴിവാക്കേണ്ട ആവശ്യം എന്താ? ചില സമയത്ത് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള അത് അൺനെസസറി ആണെന്ന് എങ്ങനെയായി പറയുന്നത്? ഇയാൾക്ക് വിശപ്പ് ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടോ? ഇല്ല ഇല്ല. അതെന്താ പിന്നെ അത് തെറ്റല്ലേ? അതെ അതെ. മനസ്സിലായി. ട്രൂ. അപ്പോൾ അതെന്താണ് അങ്ങനെ വന്നത്? മനസ്സിലായി. അത് ജസ്റ്റ് ഒരു തോട്ടാണ്. ആ തോട്ട് വരുന്ന വിശക്കുന്നു എന്ന് പറയുന്നത് ഇയാൾക്ക് അനുഭവിക്കത്തില്ലേ? അത് വരുന്നതുകൊണ്ട് എന്താണ് തെറ്റില്ല. അപ്പോൾ തെറ്റില്ലാത്തൊരു കാര്യമാണ് ലൈംഗികമായ ചിന്തയും. അത് കുഞ്ഞിനെ ഉണ്ടാക്കാൻ മതിന്നതല്ലേ. അതിന് 10 വയസ്സിന് മുമ്പ് ഇയാൾക്ക് ലൈംഗികമായ ചിന്തകൾ വരാറുണ്ടോ? ഇല്ല. ഒന്നുണ്ട്. അല്ല, കുട്ടികളെപ്പോഴെങ്കിലും ലൈംഗികമായ ചിന്തയായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. നമ്മൾ ഇംഗ്ലീഷിൽ അബ്നോർമൽ എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമായി വല്ലവർക്കും ഉണ്ടാകുന്ന കുട്ടികൾക്കും ഉണ്ടാകുന്ന അല്ലാതെ 99% കുട്ടികൾക്കും ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകത്തേയില്ല. അത് ഉണ്ടാകേണ്ട സമയത്താണ് ഉണ്ടായത്, അല്ലാതെ ഇപ്പോൾ അതിനു മുമ്പ് ഉണ്ടാകാറില്ല. അപ്പോൾ ഇയാൾക്ക് വിശപ്പ് വരുന്നത് പോലെ മൂത്രം ഒഴിക്കാൻ വരുന്നത് പോലെ തന്നെ വരുന്ന ഒരു ചിന്തയാണ് ലൈംഗികമായ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. ഇത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കാതെ ഇയാൾക്ക് കുറ്റബോധം തോന്നുന്നതിൻ്റെ കാര്യം എന്താ? ആ മേഖലകളിലൂടെ ചിന്ത പോയോണ്ടാണോ? അല്ല, ആ മേഖലയോട് ചിന്ത പോയെന്ന് വിചാരിച്ചാൽ കൊണ്ട് ഇയാൾക്ക് കുറ്റബോധം എന്തിനാണ് തോന്നേണ്ട ആവശ്യം? ഞാൻ അങ്ങനത്തെ ഒരു മോശപ്പെട്ട ആളാണോ എന്നുള്ള. അതാ ലൈംഗികത മോശമായത് എങ്ങനെയാണ്? അതെ, ജീവൻ തുടരേണ്ടതല്ലേ? അതെങ്ങനെയാണ് മോശമായത്? അതാണ് ചോദിക്കേണ്ടത്. ലൈംഗികമായ ചിന്ത മോശം ചിന്തയാണ് എന്ന് ആരാണ് പഠിപ്പിച്ചത്?
എവിടെ നിന്നൊക്കെ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ എവിടുന്നാണ് പഠിപ്പിച്ചതെന്നുള്ളതാണ് അറിയേണ്ടത്. അതാണ് അതിൻ്റെ അകത്ത് ആലോചിക്കേണ്ടതല്ല. പണ്ട് സ്കൂളിലൊക്കെ ഇത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ സാറുമാർ സ്കിപ്പ് ചെയ്ത് പോകുമായിരുന്നു. സാറുമാർ സ്കിപ്പ് ചെയ്ത് പോകുന്നതിനെ പറ്റി നമ്മൾ പറയുമ്പോൾ, നമ്മൾ നേരത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനത്തിനകത്ത് അവരിതുവരെ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുമ്പം ഇയാൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ശരിക്കും ഒരു ഇയാൾ സെക്സ് എഡ്യൂക്കേഷൻ എന്നെന്താ സംസ്കൃത ഇംഗ്ലീഷിൽ പറയുന്നത്? ബാക്കിയെല്ലാം മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇയാൾക്ക് എന്താ ബാക്കിയില്ലാത്ത? അത് ഇല്ല. അതന്നെ ഇയാൾ വെറുതെ ആലോചിക്കും. ഞാനിത് ഇയാൾ ആലോചിക്കാനേ. ഐ എന്നാണോ കണ്ണിന് പറയുന്നത്? കണ്ണ് നോസ്, മൂക്കിന് നോസ് എന്നാണ് പറയുന്നത്. ആണോ? അല്ലല്ല, മൂക്കെന്നാ പറയുന്നത്. ഈ കവിളെന്നും ചെള്ളയെന്നൊക്കെ അല്ലേ പറയുന്നത്. അതിനതൊക്കെ ഇയാള് ഇംഗ്ലീഷോ അല്ലെങ്കിൽ സംസ്കൃതം പറയുന്നുണ്ടോ? ഇല്ല. കൈ എന്നല്ലേ പറയുന്നതിന്? ഹസ്തം എന്ന് പറയാറുണ്ടോ? എന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇനി താഴെ പോയിട്ട് രണ്ടെണ്ണത്തിന്റെ മലയാളം എന്ന് പറഞ്ഞു മലയാളം. അപ്പൊ ഈ ഇപ്പം റോഡെന്ന് പറഞ്ഞത് ടാറിട്ട റോഡ് ഇംഗ്ലീഷുകാർ വന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ വഴി നമുക്കറിയാം. പാതയെന്ന് പറയാനും അറിയാമായിരുന്നു. വഴി നമുക്ക് പണ്ടേ അറിയാം. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ അതിന് കാറ് ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചതാണ്. നമുക്കറിയാവുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് വെള്ളം അല്ല തീ, അതുകൊണ്ടാണ് തീവണ്ടി ഉണ്ടായത്. കുതിരവണ്ടി, കാളവണ്ടി, ഇതൊന്നും നമ്മൾ ബുള്ളോ കാർട്ട് എന്ന് പറയാറില്ലല്ലോ. ഇതൊക്കെ ഒരു പാടുമില്ലാതെ കുതിരവണ്ടി എന്ന് പറയാറില്ലല്ലോ. ഹോഴ്സ് കാരിയേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇയാടെ ഇതുപോലെ തുരികം, കണ്ണ്, മൂക്ക്, ചെവി, ഇതെല്ലാം മലയാളത്തിൽ പറഞ്ഞിട്ട് താഴോട്ട് പോകുമ്പം ലോചനം എന്നൊക്കെ പറയുന്നത് പോലെ ലിംഗം, യോനി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? മലയാളം എന്ത് ചെയ്യും? ഇത് ഇംഗ്ലീഷുകാർ വന്നതിനും സംസ്കൃതക്കാർ വന്നതിന് ശേഷം കണ്ടുപിടിച്ചതാണോ? അപ്പൊ പിന്നെ അതിന്റെ മലയാളം എവിടെ പോയി? എവിടെ പോയി? അത് പറ, നിങ്ങളാണ് പറയണ്ടത്, ഇയാളാണ് പറയേണ്ടത്. അത് അതിന്റെ മലയാളം എവിടെ പോയി എന്ന് പറയണം. കൈവിരൽ, കാൽവിരൽ, കൈ, വിരല്, കാല്, തൊട, ഇതെല്ലാം മലയാളമാണ്. ഇതിവിടെ ഒന്നും സംസ്കൃതം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെയാണ് ലിംഗം യോനി എന്നായത്? പറ. ഉത്തരം മുട്ടി പോകും. കാരണം ഇത് മറ്റേത് നമ്മളിപ്പോൾ പെൻസിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ടാണ് അതിന് പെൻസിൽ എന്ന് വന്നത്. പേന എന്നുള്ളത് നമ്മൾ പെന്നെന്നുള്ളത് പറഞ്ഞ് പേനയായി. പക്ഷെ അപ്പോഴും ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചതാണ് ആ പേര്. ഇലക്ട്രിസിറ്റി, ഇതൊക്കെ അവർ കണ്ടുപിടിച്ചത് കാരണം കൊണ്ട് അങ്ങനെ വരും. പക്ഷെ നമ്മുടെ ലിംഗം യോനി അങ്ങനെ സംസ്കൃതമായി പോയി എന്നുള്ളതാണ് ചോദിച്ചത്. അതിൻ്റെ മലയാളം എവിടെ പോയി? പറ, നിങ്ങൾ പറ. മലയാളം എവിടെ പോയത്? എവിടെ പോയെന്നാ പറയണ്ടേ? മലയാളം എന്താണ് നമുക്ക് മലയാളം ഇല്ലാതായി പോയതെന്ന് പറ. ബാക്കിയൊക്കെ ഉണ്ടല്ലോ. നമ്മുടേതാണ്. ഇയാൾ നമ്മളെന്നൊക്കെ പറയാതെ അസ് എന്നൊക്കെ പറയടോ. പച്ച മലയാളം അല്ല, മലയാളം പറഞ്ഞാൽ മതി. എനിക്ക് പച്ചയൊന്നും വേണ്ട. മലയാളം എന്താ? അതാണ് പൂർന്നാണ്, കുണ്ണേന്നാണ്. ഇത് രണ്ടുമാണ്. ഇത് മലയാളം തെറിയായി പോയത് എങ്ങനെയാണ്? അതെങ്ങനെ? അതാണ് മനസ്സിലാക്കേണ്ടത്. ലൈംഗികത തെറ്റാണെന്ന് പഠിപ്പിച്ച മതങ്ങൾ വന്നാണ് നമ്മളെ ഈ തരത്തിലാക്കിയത്. ഇതുകൊണ്ടാണ് ഇതൊക്കെ തെറിയായിപ്പോയത്. ലൈംഗികത തെറിയായിപ്പോയത് അങ്ങനെയാണ്. ലൈംഗികത എന്നുള്ളതിന് തന്നെ നമുക്ക് നല്ല വാക്കില്ല. നമുക്ക് ആകെ ഒരു പ്രണയം, പ്രേമം, ഇതെല്ലാം സംസ്കൃതമാണ്. നമുക്ക് ആകെ ഒരു വാക്കുണ്ടായിരിക്കുന്ന ഇഷ്ടം എന്നാണ്. നമ്മുടെ വാക്കുകൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ഈ വിഷയം മോശമാണെന്ന് പഠിപ്പിച്ച മതവിചാരങ്ങളിലൂടെയാണ് നമുക്ക് ഈ കുറ്റബോധം ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് ഇയാൾക്ക് ലിംഗവും യോനിയും പറയാൻ ബാധ്യത വന്നത്. സംഭോഗം എന്നാണ്. എന്താണ് അവർ സംസ്കൃതക്കാരൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഉള്ളവരെല്ലാം കൊച്ചിനെ ഉണ്ടാക്കിയത്. എവിടെ പോയി ആ വാക്ക്? എന്താണ് വാക്കെന്താ? പറ. രതി സംസ്കൃതമാണ്. രതി സംസ്കൃതമാണ്. സംഭോഗം സംസ്കൃതമാണ്. മലയാളം പറ. പണി പണി അല്ല, അത് വ്യംഗ്യമായി പറയുന്നതാണ്. പറ. അത് നിങ്ങൾക്ക് വാക്കറിഞ്ഞൂടാ. കുണയ്ക്കുക എന്നാണ്. കുണ്ണ കൊണ്ട് ചെയ്യുന്നതാണ് കുണയ്ക്കുക എന്ന് പറയുന്നത്.
ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? തെറിയായിപ്പോയി. സ്വന്തം ഭാഷ തെറിയായി പോയ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ അവയവത്തിൻ്റെ വാക്ക് പറയാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോയി എന്നുള്ള അത്രയും അടിച്ചമർത്തിയ സമൂഹമാണ്. ഇതുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്ന മനോരോഗം മുഴുവൻ ബാധിച്ച മനുഷ്യരാകുന്നത്. പറയാൻ പോലും പറ്റാത്ത തരത്തിൽ ഇത് അടച്ചു വെച്ചു പോയി. തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏദൻ തോട്ടത്തിനകത്ത് ആണും പെണ്ണും തമ്മിൽ സംഭോഗത്തിൽ ഏർപ്പെട്ടത് തെറ്റാണെന്ന് പഠിപ്പിച്ചിടം തൊട്ടാണ് നമ്മൾ ഈ താഴെ അറ്റം വരെ ഇത് തലയിൽ മുണ്ടുവിട്ട് ചെയ്യേണ്ട കഴിഞ്ഞാൽ ലോകത്ത് ജീവൻ്റെ തുടർച്ചയാണത്. ഇയാൾക്ക് യൗവനമാകുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആലോചിക്കേണ്ട സാധനം തന്നെയാണത്. അതുകൊണ്ടാണ് ഇയാൾക്ക് അങ്ങനെ വരുന്നത്. അത് തെറ്റായതുകൊണ്ടല്ല, വിശന്നാലെ വിശപ്പ് വരുന്നത് പോലെ അറിയേണ്ടതാണ്. വിശക്കുന്നു എന്ന് പറയുന്ന കാരണം കൊണ്ട് ഭക്ഷണം ഇല്ലാത്തടത്ത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിരുന്നു. പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ ഭക്ഷണം തേടി പോകുന്നവരായിരുന്നു. ഭക്ഷണം തേടി പോകുന്ന സമയത്ത് ഭക്ഷണം കിട്ടുന്നവരെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ആ പോയിക്കൊണ്ടിരുന്നതിന് പകരം ഭക്ഷണം ഉണ്ടാക്കുന്നവരായി മാറുമ്പോഴാണ് നമ്മൾ ഇന്നിപ്പോൾ കടയിൽ മേടിക്കാൻ കിട്ടുമ്പോൾ വിശന്നാലെ നമ്മൾ പണമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തല്ലിപ്പൊട്ടിക്കത്തില്ല, നമ്മൾ നിയന്ത്രിക്കും. ഇത്രയേ അർത്ഥമേ ഉള്ളൂ ഇതിന്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളിനോട് ചോദിച്ച് ചെയ്യേണ്ടതാണ്. ആ ഇരിക്കുന്ന വട എൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ കടം മേടിക്കാം, പക്ഷെ അത് കൈയിട്ടെടുത്തുകൊണ്ട് പോകരുതെന്ന് പറയുന്ന സാമൂഹിക മര്യാദ കൊണ്ട് പറയുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ അത് തെറ്റായതുകൊണ്ടല്ല. ഭക്ഷണം തേടുക എന്ന് പറയുന്നിടത്ത് നമുക്കിന്ന് നമ്മളുണ്ടാക്കിയ സൗകര്യങ്ങൾ കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും വാങ്ങുന്നതുമായ സ്ഥലം ഉണ്ടായത്. അതിൻ്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മൾ പണം വെച്ചിട്ട് ആ വടയെടുക്കുന്നത്. വടയെടുത്ത് തിന്നുന്നത് തെറ്റായതുകൊണ്ടല്ല, നമ്മുടേതല്ല എന്നും അത് മറ്റൊരാളുടേതാണ് എന്നും അത് കാരണം കൊണ്ട് അതിനൊരു എക്സ്ചേഞ്ച് വാല്യൂ അതിന് കൊടുക്കണമെന്ന് അറിയുന്നത് കാരണം കൊണ്ടാണ് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത്. തെറ്റാണെങ്കിൽ പണം കൊടുത്തതിന് ശേഷം മേടിച്ചാലും തിന്നാനൊക്കത്തില്ല. ലൈംഗിക ബന്ധം തെറ്റായതുകൊണ്ടല്ല, അപ്പുറത്തിരിക്കുന്നവരോടുള്ള കൺസെൻറ്റ് വാങ്ങണമെന്ന് മാത്രമാണ് നമ്മൾ ജനാധിപത്യത്തിൽ പറയുന്നത്. അല്ലാതെ അത് ചിന്തിക്കുന്നത് തെറ്റാണെന്ന് പറയാനല്ല. ഇയാളുടെ തലയിൽ ഇത് വരുമ്പോൾ തെറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കരുതെന്നല്ല, താനെ പഠിക്കുകയൊക്കെ വേണം, ഇത് ചിന്തിക്കരുതെന്നാണ്. അതെന്താണ്? ആർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇയാൾ സംഭവത്തിലോ രീതിയിലോ ഏർപ്പെടുന്നത്? തനിക്ക് വേണ്ടിയാണ്. എന്താ അതിൻ്റെ തെറ്റ്? നിയന്ത്രിതമായി ലോകത്ത് ഇതൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നിയന്ത്രിതമായിട്ട് പരസ്പര സമ്മതത്തോടെ ചെയ്യണമെന്ന് പറയുന്ന ജനാധിപത്യ മര്യാദ കൊണ്ട് പറയുന്നതാണ്, തെറ്റായതുകൊണ്ടല്ല. അല്ല പള്ളിയിലച്ചന്മാർ കുമ്പസാരിപ്പിക്കാനുള്ള സ്ഥലമല്ലത്. നിങ്ങൾക്ക് ലൈംഗികമായ ചിന്തകൾ വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അത് നിങ്ങൾക്ക് കേക്കിനെ പറ്റി ചിന്തിച്ചാൽ തെറ്റായി ചിന്തിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന പോലാണ് നമുക്ക് ലൈംഗികമായി ഒരു സ്ത്രീയെ പറ്റിയോ ഒരു പുരുഷനെ പറ്റിയോ ആളുകൾ ആലോചിക്കുന്നത് തെറ്റാകത്തില്ല. അവരുടെ സമ്മതമില്ലാതെ അവരുടെ അടുത്ത് ബന്ധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് തെറ്റ്. അത് സാമൂഹികമായ തെറ്റാണ്. ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ശരിയായതുകൊണ്ടല്ല, ഈ നാട്ടിൽ സമ്മതിച്ചത് കൊണ്ടാണ്, പരസ്പര സമ്മതം കൊണ്ടുണ്ടാക്കിയ പൊതു നിയമം കൊണ്ടാണ് ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുന്നത് ശരിയാകുന്നത്. അല്ല അമേരിക്കയിൽ ചെന്നാൽ വലതുവശത്തൂടെ വണ്ടി ഓടിക്കണ്ടേ? ശരിയാണെങ്കിൽ അവിടെയൊക്കെ എങ്ങനെ വലതുവശത്തൂടെ ഓടിക്കും? പൊതുസമ്മതി കൊണ്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ശരി തെറ്റുകളാണ്. അത് നിയമം ഉണ്ടായതിനു ശേഷമാണ്. അല്ല ഇയാൾ ചിന്തിക്കുമ്പോൾ വരുന്ന തെറ്റൊന്നുമില്ല. ഇയാൾ ഒരു കുറ്റബോധവും വേണ്ട. ഇയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സകല സ്ത്രീകളെ പറ്റിയും പരിചയമുള്ളവരെ പറ്റിയും എല്ലാം ആലോചിച്ചിട്ട് തന്നെ ഇരിക്കാറുള്ളത്. വെറുതെ കുറ്റബോധം എന്തിനാടോ വരുന്നത്? ഒരാവശ്യമില്ല. ലൈംഗികമായി മെച്യൂരിറ്റി വരുന്നത് വരെ നമ്മളിത് ആലോചിക്കുന്നുമില്ല. അതുകൊണ്ടാണ് 10 വയസ്സിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന ആണിനോടും പെണ്ണിനോടും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവരിങ്ങനെ ഇതെന്തിനാണ് ഇത് എന്നോട് പറയുന്നതെന്ന് മാത്രമേ മനസ്സിലാവൂ. അവർക്കത് മനസ്സിലാകത്ത് തന്നെ ഇല്ല. അതേസമയത്ത് ലൈംഗികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ചിന്ത വരും. അല്ലാതെ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഇയാൾ പറഞ്ഞ പോലെ പൊർണോഗ്രാഫി കണ്ട് അവർക്ക് എന്ത് തോന്നും? ഇവരെന്തോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ഒരു പണിയില്ലെന്ന് വിചാരിച്ചാൽ അവർ ഓടിയങ്ങ് പോകത്തില്ലേ? കുട്ടികൾക്ക് പൊർണോഗ്രാഫി കൊച്ചു കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുമോ? അവർക്ക് ബോറടിക്കും. ഇതെന്തോ ഈ ചെയ്യുന്നതെന്ന് അവർക്ക് അതിനകത്ത് ഒരു താല്പര്യം തോന്നും. നമ്മുടെ വിചാരം ഈ കുട്ടികൾ കണ്ട് വഴിതെറ്റി പോകുന്നതാണ്. കുട്ടികൾ കണ്ട ഒന്നും സംഭവിക്കത്തില്ല.
കുട്ടികൾക്ക് അമ്മയും അച്ഛനും ലൈംഗിക ബന്ധത്തിൽ ഈ ഒരു മുറി കിടന്നവരല്ലയോ നമ്മളെല്ലാവരും. അന്ന് ലൈംഗിക ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെടും? എങ്ങനെ പറ്റും? 15, 10, 12, 13, 14, 15 വയസ്സുള്ള കുട്ടികളുള്ള ഒരു മുറി ഒറ്റ കുടിലിൽ കിടക്കുന്നവരെ എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കുട്ടികൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എല്ലാവരും ചെയ്യുന്നേ. അമ്മയും അച്ഛനും ചെയ്യുന്ന ഒരു പണിയാണെന്ന് വിചാരിക്കുക, അവരങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, അത്രേ ഉള്ളൂ. ഇങ്ങനെ കിടന്ന മുറികളിൽ ഇന്ന് മുറികളുണ്ടായപ്പോഴാണല്ലോ നിങ്ങളെ അടയ്ക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പൂപ്പനും അമ്മൂമ്മയും കുട്ടികളും എല്ലാവരും കൂടെ കിടക്കുന്ന ഒരു മുറിക്കകത്താണല്ലോ ഈ കുടിലിൽ എല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അന്നത് തെറിയും മഹാവൃത്തികെട്ട കാര്യം ചെയ്യുന്നെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? പിന്നെന്താടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? കുട്ടികളുടെ മുന്നിലും ഈ അമ്മയും അച്ഛൻ്റെയും മുന്നിലായിരിക്കുമല്ലോ ആ ബന്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ എങ്ങനെ പറ്റും? എന്നാലോചിച്ച് നോക്ക്. ഒരു മുറിയുള്ള കുടിലുകളായിരുന്നല്ലോ നമ്മുടെ ഒരു 50 കൊല്ലം മുമ്പ് വരെ ഈ കേരളം മുഴുവനും. അന്നെങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെ പറ്റും? ഈ കുറ്റബോധമൊക്കെ ആര് എവിടുന്ന് ഉണ്ടാക്കി തന്നതെന്ന് നിങ്ങൾ പറയാം. മനസ്സിലായി. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ള മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനങ്ങളായതല്ല, അല്ലാതെ വേറെ അർത്ഥമൊന്നും അതിനില്ല. അതൊരു കുറ്റവും ഇല്ല അതിനകത്ത്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മൾ മറ്റുള്ളവരോട് അവരുടെ സമ്മതപ്രകാരം ബന്ധമുണ്ടാക്കണമെന്ന് പറയുന്നത് പരസ്പര ബഹുമാനമുള്ള സമൂഹത്തിനകത്താണ്. ഭാര്യയും ഭർത്താവ് ഭാര്യയെ ബലാത്സംഗം ചെയ്ത് രക്തക്കറ കാണിക്കണമായിരുന്നു എല്ലാ ഫസ്റ്റ് നൈറ്റിലും. അങ്ങനെ വന്ന് നോക്കുമായിരുന്നു. രക്തം വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ആ പെണ്ണ് ഒരുങ്ങിയിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവല്ലേ? ഒരുങ്ങിയ പെണ്ണിൻ്റെ യോനി നല്ല സ്നിഗ്ധമായി മാറും. അപ്പോൾ രക്തമൊന്നും ഉണ്ടാകത്തില്ല. രക്തക്കറ കാണണമെങ്കിൽ ബലാത്സംഗം ചെയ്യണ്ടേ? ഇതല്ലായിരുന്നു പണ്ട് നോക്കിയിരുന്നേ. ഈ ബലാത്സംഗം അനുവദിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ ശരിയല്ലയോ അത്? പരിചയമില്ലാത്തവരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചിട്ട് ബലാത്സംഗം പ്രോത്സാഹിപ്പിക്കുന്ന കല്യാണങ്ങളല്ലയോ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതാടോ ശരി? ഇയാള് ലൈംഗികമായ കാര്യങ്ങളെ പറ്റി ആലോചിച്ചിരിക്കുന്നതാണ്. ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞാൽ ശരി. അപ്പോൾ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എങ്ങനെ ഒരു നമ്മളെ ഈ സൊസൈറ്റിയിലൊക്കെ പരസ്പര സമ്മതത്തോടെ മനുഷ്യർ പരിചയപ്പെടുന്നത് തൊട്ട് അറിഞ്ഞ് അവരുടെ ഇണകളെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കാതെ ബലാത്സംഗം പ്രൊമോട്ട് ചെയ്യുന്ന വിദ്വാന്മാരാണ് ഈ കുത്തിയിരുന്നിട്ട് ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇയാൾ ഈ ലൈംഗികമായ തെറ്റുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് വേറൊരു പണിയില്ലെന്ന്, ഈ വയസ്സാം കാലത്ത് ഇയാളുടെ പണി ഇത് പറയുകയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ ചർച്ച മുഴുവൻ. വെറുതെ ആലോചിക്കുക. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പെട്ടെന്ന് തൻ്റെ ലിംഗവും യോനിയും ഒക്കെ ഇല്ല, സംസ്കൃതത്തിലാണ് അതുള്ളത്. അത് കഴിഞ്ഞ് സംഭോഗത്തിലേർപ്പെടണം. അത് തന്നെ ബലാത്സംഗത്തിലാണ് ഏർപ്പെടുന്നത്. പരിചയമില്ലാത്തവർ തമ്മിൽ വേറെ എങ്ങനെയാണ് ബന്ധം ഉണ്ടാക്കും? ഒരു ദിവസം പോലും ആണിനോടും പെണ്ണിനോടും ലൈംഗികമായതെല്ലാം തെറ്റാണെന്ന് അതുവരെ പഠിപ്പിച്ച് 10-25 വയസ്സായിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ ആ കല്യാണം കഴിക്കുമ്പം ഈ പുരുഷനോ സ്ത്രീയോ എവിടോട്ടാണ് കൈ കൊണ്ടുപോകുന്നത്? തെറ്റായ സ്ഥലങ്ങളിലേക്കല്ലേ കൈ കൊണ്ടുപോകുന്നത്? അതെങ്ങനെ താങ്ങും? അന്ന് തുടങ്ങുന്ന വഴക്കാണ് 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ചാലും വഴക്ക് തീരത്തില്ല. എന്നിട്ട് തെറ്റ് ചെയ്യുന്നതിനാണ് തെറ്റായി. എവിടെല്ലാം തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം തുടരാം. ഗുഡ് ടച്ചും ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ടാണ് പുതിയ സംവിധാനങ്ങൾ. അപ്പോഴും ഇത് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? നിങ്ങൾ വെറുതെ നോക്ക്. ഗുഡ് ടച്ചും ബാഡ് ടച്ചും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ലൈംഗികമായത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് തന്നെയാണ് ആധുനിക ജനാധിപത്യപരമായ പഠിപ്പീരാണെന്നാണ് അതും വിചാരിക്കുന്നത്. അങ്ങനൊന്നുമല്ല അത് പഠിപ്പിക്കണ്ടേ. പിന്നെ എങ്ങനെയാ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ സമ്മതത്തോടെ ചെയ്യണമെന്നാ പഠിപ്പിക്കേണ്ടത്. അതാ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ലൈംഗികത തെറ്റാണെന്ന് നിങ്ങൾ എപ്പോൾ പഠിപ്പിച്ചാലും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും തമ്മിൽ കുട്ടിക്ക് അനുവാദം കൊടുക്കാൻ അവകാശമില്ലെന്നുള്ളത് കൊണ്ടാണ് സമ്മതിക്കാത്തത്. 17-ാമത്തെ വയസ്സിൽ അല്ല 18-ാമത്തെ വയസ്സാകുമ്പോഴാണ്. 17 വയസ്സ് 364-ാം ദിവസം ആയാലും സമ്മതം കൊടുക്കാൻ അവകാശമില്ലെന്നാണ് നിയമം. അതുകൊണ്ടാണ് അത് ചെയ്യാൻ അനുവദിക്കാത്തത്. ആ നിയമം വന്നതിന് ശേഷമാണ് വോട്ട് ചെയ്യാനൊക്കത്തുള്ളൂ, മദ്യം കഴിക്കാനൊക്കത്തുള്ളൂ, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തുള്ളൂ. ഇതെല്ലാം പ്രായപൂർത്തിയായെന്ന്. അത് 18 എന്നുള്ളത് 25 ആക്കാനും ഒക്കും. അത് നമ്മൾ പൊതുവായി സമ്മതം ഉണ്ടാക്കുന്ന അതിരാത്, അല്ലാതെ ശരിയായത് കൊണ്ടല്ല. നമ്മളുണ്ടാക്കുന്ന അതിരുകൾ എവിടെയെങ്കിലും ഒരു അതിര് നമുക്ക് വെക്കാൻ ബാധ്യത വരും. അതുകൊണ്ട് വെക്കുന്ന അതിര് മാത്രമാണത്. അത് ശരിയായത് കൊണ്ടല്ല.
ലൈംഗികമായ ബന്ധത്തിൽ ആർക്കും എപ്പോഴും ഏർപ്പെടാനുള്ള അവകാശമുള്ളവരാണ്. പക്ഷേ ഉണ്ടാകുന്ന കുഞ്ഞിനെ വളർത്താനുള്ള കഴിവില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കാതിരിക്കണമെന്നുള്ളത് കൊണ്ടാണ് അവർ അത് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാകാതെ നോക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. മനസ്സിലായി. അതിനാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. പ്രായപൂർത്തിയാകുമ്പോൾ അത് 13, 14, 10 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മെൻസുറേഷൻ ഉണ്ടാകുകയും നമ്മൾക്ക് പുരുഷന്മാർക്ക് സ്ഖലനം ഉണ്ടായി ശുക്ലം വരികയും ചെയ്യുന്ന സമയത്ത് അവർക്ക് കുട്ടിയെ ഉണ്ടാക്കാനുള്ള കഴിവുള്ളവരായി അവർ മാറും. പക്ഷേ ഒരു കുട്ടിയെ വളർത്താനുള്ള കഴിവ് അവർക്കില്ലാത്തതുകൊണ്ടാണ് അവർ ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടി ഉണ്ടാകാതെ നോക്കണമെന്നാണ്. അല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. വണ്ടി ഓടിക്കാൻ നമുക്ക് പഠിക്കാം, പക്ഷെ റോഡിൽ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. അല്ലാതെ 12ാമത്തെ വയസ്സിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചുകൂടാത്തതല്ല. വണ്ടി ഓടിക്കാം, പക്ഷെ റോഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടി ഓടിക്കാൻ പഠിച്ചതിന് 18ാമത്തെ വയസ്സിൽ ഒരു ദിവസം അങ്ങോട്ട് വണ്ടി ഓടിക്കാനൊക്കത്തില്ല. പഠിച്ചേ പറ്റൂ, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ലൈംഗിക ബന്ധങ്ങളിൽ കുട്ടികൾ ഏർപ്പെടാതിരിക്കാനല്ല, ആ കുട്ടികൾ ഏർപ്പെടുമ്പോൾ കുട്ടി ഉണ്ടാകാതിരിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളത് അവർ കുട്ടികളായി തുടരുന്നത് കൊണ്ടാണ്. സ്വന്തം വരുമാനത്തിൽ ജീവിക്കാത്തവർ കുട്ടി ഉണ്ടാക്കരുതെന്ന് പഠിപ്പിക്കുന്ന യുക്തി മാത്രം മതി. അല്ലാതെ കുട്ടിയായതുകൊണ്ട് ഉണ്ടാക്കരുതെന്നല്ല. കുട്ടികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശമുള്ളവരാണ്. അല്ലാതെ അവർ ശ്വാസം പിടിച്ച് മൂക്കും പിടിച്ച് അവർ മറ്റുള്ളവരുമായിട്ട് തൊടാതെ എടുക്കാതെ പള്ളിയിലച്ഛന്മാർ വളരുന്ന പോലെ എന്തിനാണോ ആ കോന്തന്മാരൊക്കെ ഈ പള്ളിയിലൊക്കെ പോയിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവനൊക്കെ ഉണ്ടാകുന്ന പോലെ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് പറയേണ്ടത്. രാവിലെ തൊട്ട് വൈകുന്നവരെ എന്നിട്ട് വരുന്ന സകല കുട്ടികളെയും ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ് ഈ പള്ളിയിലച്ഛന്മാർ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും കേസാണ്. ഈ ബലാത്സംഗങ്ങൾ മുഴുവൻ ഈ ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് വളരുമ്പം തൊട്ടു എടുത്തു ഉമ്മ വെച്ചും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടും തന്നെയാണ് വളരേണ്ടത്. അതിനകത്ത് എന്താ തെറ്റ്? പഠിപ്പിക്കേണ്ടത് എന്താണ്? അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ സമ്മതത്തോടെ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതാണ് പഠിപ്പിക്കേണ്ടത്. ഇതാ പഠിപ്പിക്കേണ്ടത്. അല്ല ലൈംഗികത തെറ്റാണെന്നൊക്കെ പഠിപ്പിക്കുന്നത്. ഇത് ഒരാളെ പറ്റി ഓർത്തത് തെറ്റാണെന്ന്, സ്വപ്നസ്ഖലനം ഉണ്ടായ ചത്തുപോയെന്ന്, അവൻ്റെ എന്താണ് ഹാർട്ട് നിന്ന് പോകുമെന്നും നെഞ്ച് കുഴിഞ്ഞു പോകുമെന്നും കണ്ണ് കുഴിഞ്ഞു പോകുമെന്നൊക്കെ പഠിപ്പിച്ച് പേടിപ്പിക്കുക എന്നുള്ളതല്ല. പേടിയിലാണ് ഇതൊക്കെ. ഇത് മുഴുവൻ അങ്ങനെയാണ്. മറ്റുള്ളവർ നമ്മളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആശയങ്ങളാണത്. ഇങ്ങനല്ലത് പഠിപ്പിക്കേണ്ടത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാണ് സങ്കീർണ ജീവികൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതെന്ന് ക്ലാസ് റൂമിൽ ഒരു 5 വയസ്സായപ്പോൾ തൊട്ട് നമ്മൾ പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിച്ച് വളരുന്ന കുട്ടികൾക്കറിയാം ഇത് ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് ലൈംഗിക ചോദന ഉണ്ടാകുന്നത് തിരിച്ചറിയും. ഒരാളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം മേടിക്കണമെന്ന് അവർക്ക് പരിശീലനം കുട്ടിക്കാലത്ത് കൊടുത്താൽ അവർ ചോദിച്ചിട്ടേ ബന്ധം ഉണ്ടാക്കൂ. ചോദിച്ചിട്ടേ നമ്മൾ വണ്ടി എടുത്ത് ഓടിക്കത്തുള്ളൂ. അതെ, അങ്ങനെയാണത് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയും അവരുടെ അനുവാദത്തോടെ അവരോട് ബന്ധം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും തെറ്റല്ലെന്ന് മനസ്സിലാക്കി വളരുകയും ചെയ്യും. അപ്പോൾ കുറ്റബോധം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇയാൾക്ക് പോർണോഗ്രാഫി കാണാനായിട്ട് നടക്കണ്ട. കാരണം ഇയാൾക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരെയും തൊടുകയും എടുക്കുകയും ചെയ്ത് വളരുന്ന ആളാണ്. അതിന് അത്ഭുതകരമായ ഒന്നിന് ഇനി പോർണോഗ്രാഫി കണ്ടാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. ഇയാൾ കഥ എഴുതി വായിച്ചുകൂടാന്ന് പറയാൻ പറ്റുന്നവരോ? കഥ എഴുതി വായിക്കരുതോ? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ആറ്റം ബോംബിടാം, മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലാം, പട്ടാളത്തിൽ ചേരാം, ഇതൊക്കെ കുഴപ്പമില്ല. ലൈംഗികമായ കാര്യങ്ങൾ ചെയ്തുകൂടാ. ഇതെന്ത് കാര്യമാടാ? നിങ്ങൾ പറ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയത്? ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് പഴയ ഇതില്ലേ ഈ മതപഠനമൊക്കെ എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ എന്ന ചോദ്യം. മനസ്സിലായിട്ടുണ്ട്. എന്താണ്? എന്തുകൊണ്ടാണ് ലൈംഗികമായ ബന്ധങ്ങളെ നിഷേധിച്ചത്? എന്തുകൊണ്ടാണ്? അത് തെറ്റാണെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? പറ. അത് മോണോഗമി. എന്താണ് ഈ മോണോഗമി? ഇതൊക്കെ എന്താണെന്ന് പറ. നമ്മുടെ സൊസൈറ്റി എന്ന് പറയാതെ ഇയാളുടെ സൊസൈറ്റിയിലല്ല, എത്രയോ സൊസൈറ്റി ഉണ്ട്. ഇയാൾ ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന്, ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ എന്തുകൊണ്ടുണ്ടായെന്ന് പറ. നമ്മുടെ സ്പീഷീസ് മുന്നോട്ട് പോകാനല്ലേ? നമ്മുടെ സ്പീഷീസ് മുന്നോട്ട് പോകുന്നതിന് കുട്ടികളെ ഉണ്ടാക്കാനായിട്ട് ഇത് പഠിപ്പിക്കണം, നിയന്ത്രിക്കേണ്ട ആവശ്യം. ഭയങ്കര അസമത്വം വരില്ല? അത് കറക്റ്റ് അല്ല. എന്ത് കറക്റ്റ് അല്ലെന്ന്? എന്താണെന്ന് പറ, വിഷയം പറ. വല്ലാത്തൊരു സ്പോട്ടിലേക്ക് അങ്ങനെ എടുത്തു. അല്ല, നിങ്ങൾ ഇയാളുടെ അറിവിനെ പരിശോധിക്കുകയല്ല, ഇയാൾക്ക് അറിയാവോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി.
എനിക്കറിയില്ല. അത്രയും ലളിതമാണ്. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാതെ നമ്മളിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികമായ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മൾ കൃഷി സമൂഹം ഉണ്ടാക്കിയപ്പോഴാണ്. അതുവരെ ആരും ഇതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. കുട്ടികളും വലിയവരും എല്ലാം ചേർന്ന് ജീവിക്കുന്ന ഗോത്രങ്ങളിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അവിടെ ഒരു പെൺകുട്ടി മെൻസുറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരളുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് വേറെ എന്താണ് പറയുന്നത്, നമ്മുടെ ഭാഷയിൽ കുളി, നമ്മുടെ കുളി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തിരളുക എന്നുള്ള വാക്കാണ്. തിരണ്ടുക എന്നായിരുന്നു നമ്മൾ പണ്ട് പറയുന്നത്. അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അവർ മുട്ടയുള്ള ആളായി മാറി. അതുവരെ ആ കുട്ടിക്ക് മുട്ട വന്നിട്ടില്ല, അത്രയും നമ്മൾ അറിയണം. അത് ആദ്യത്തെ മുട്ട വന്ന് അത് ഉപയോഗിക്കപ്പെടാതെ പോകുമ്പോൾ, ആദ്യം ആ മെൻസുറേഷൻ ആകുന്നതിന് മുമ്പ് മുട്ട വന്നിട്ടുണ്ട്. ആ മുട്ട ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ഉണ്ടാകാതെ ഇരിക്കുന്ന വഴി അത് ഉപയോഗശൂന്യമായി പോയത് പുറന്തള്ളുന്ന പണിയാണ് ഈ മെൻസുറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അത് കണ്ടിട്ടാണ് ആദ്യമായിട്ട് ഇവർ പ്രായപൂർത്തിയായി, മെച്യൂരിറ്റീസ്, ലൈംഗികമായിട്ടുള്ള പക്വത വന്നു എന്ന് കണ്ടെത്തുന്നത്. ഇതേപോലെ പയ്യന്മാർക്ക് സ്വാഭാവികമായി ലിംഗോദ്ധാരണം ഉണ്ടായിട്ട് സ്ഖലനം ഉണ്ടാകും. അവർക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നങ്ങളുണ്ടായി സ്ഖലനം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ലൈംഗികമായ മെച്യൂരിറ്റി വന്നു എന്ന് അവരറിയുന്നു. ഈ രണ്ട് പ്രക്രിയയും സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ആ ഉണ്ടാകുന്ന സമയത്ത് ഗോത്രങ്ങളിനകത്ത് സ്വാഭാവികമായി അവർ തമ്മിൽ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കുട്ടിയുണ്ടായാൽ അവർ വളരും, അത്രേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കുട്ടികൾ 10 വയസ്സിലൊക്കെ കല്യാണമൊക്കെ കഴിച്ചിരുന്നത്. കാരണം ഈ ലൈംഗികമായ ബന്ധത്തിന് ആരംഭിക്കാൻ പ്രായമായി എന്ന് കണ്ടെത്തിയിട്ടായിരുന്നു അത്. നമ്മൾ ഈ ഇന്നുണ്ടാക്കിയ സമൂഹം ഉണ്ടാക്കിയ വഴിയാണ് ഇതൊക്കെ നിയന്ത്രിച്ചത്, അല്ലാതെ ഇത് തെറ്റായത് കൊണ്ടല്ല. ഇനി അടുത്തത് എന്താണ് ഈ തെറ്റെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്? ഒരു കൂട്ടർ, ഒരു ഗോത്രത്തിനകത്തുള്ള ആളുകൾ കുട്ടികളുമായിട്ട് എന്ന് പറഞ്ഞാൽ സംഘമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും നടക്കും. ആൺകുട്ടികൾ ഒരുപോലൊരു സംഘം, പെൺകുട്ടികളൊരു സംഘമായിട്ട് അവർ ഒന്നിച്ച് നടക്കുകയും, പക്ഷേ കൂടുതൽ സമയത്ത് അവർ ചെറിയ 2 സംഘമായിട്ട് പ്രായപൂർത്തിയാകുമ്പോൾ നടക്കും. അതിനു മുമ്പ് കുട്ടികളെല്ലാവരും കൂടെ ഒന്നിച്ച്. ഇതൊക്കെ നമ്മൾ വളരെ നോക്കിയാൽ മതി. എപ്പോൾ നോക്കിയാലും ആൺകുട്ടികളും പെൺകുട്ടികളുമായി തിരിയുന്നത് ഈ പറയുന്ന ലൈംഗികമായ മെച്യൂരിറ്റി വരുമ്പോഴാണ്. അതിന് തൊട്ട് മുമ്പ് വരെ എല്ലാവരും കുട്ടികളാണ്, കുട്ടി സംഘമായിട്ട് അവർ നടക്കുന്നത്. ആണും ഇല്ല പെണ്ണും ഇല്ല. നമ്മളെ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന വഴിയാണ് ചെറുക്കനും പെണ്ണും എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അതുവരെ കുട്ടികളായിട്ട് മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ മെച്യൂരിറ്റി വന്നു കഴിയുമ്പോഴത്തേന് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് സംഘം ചേരും, മാറി മാറി സംഘമായിരുന്നു. എന്നിട്ട് അവർക്ക് തമ്മിൽ ഇഷ്ടമുള്ളവർ തമ്മിൽ പെയർ ചെയ്ത് നടക്കും. ഇതാണ് ഗോത്രങ്ങളിൽ മുഴുവൻ ജീവിച്ചിരുന്നത്. ഇങ്ങനെ ചെയ്തിരുന്നപ്പോൾ ആരും ഇതൊരു തെറ്റാണെന്നൊന്നും ആരും പറയാനും ചർച്ച ചെയ്യാനും ഒന്നും ഇല്ലായിരുന്നു. ഒരു സംഘം, നമ്മൾ കൃഷി ആരംഭിച്ചപ്പോൾ ഒരു സംഘം വേറൊരു സംഘത്തിനെ പിടിച്ചു കൊണ്ടുവന്ന അടിമകളാക്കി അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന ഒരു പണിയുണ്ട്. അങ്ങനെ ചെയ്തപ്പോഴാണ് പിടിച്ചുകൊണ്ട് വന്നവർ അടിമകളായി, സ്ലേവ്സായി. അവരുടെ ഇടയിൽ നിന്ന് ഒരു പെണ്ണ് ഒരു ചെറുക്കനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് പറ്റത്തില്ല എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ലൈംഗിക നിയന്ത്രണം വരുന്നത് അങ്ങനെയാണ്. അവരത് പറ്റത്തില്ല, നമ്മൾ മേളിലുള്ളവരാണ്, അവർ താഴെയാണെന്ന് പഠിപ്പിച്ചവന്മാർ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ലൈംഗിക നിയന്ത്രണം. അത് സ്ത്രീകളുടെ ലൈംഗിക നിയന്ത്രണമാണ് ആദ്യം ചെയ്തത്. എന്തുകൊണ്ടാണ്? പ്രസവിക്കുന്ന കുട്ടി അമ്മയുടെ കുട്ടിയാണ്. അത് ആരുടെ കുട്ടിയാണെന്നുള്ള ചോദ്യമില്ല. എല്ലാ കുട്ടികളും അമ്മയുടെ കുട്ടിയാണ്. കാരണം അമ്മമാരാണ് പ്രസവിക്കുന്നത്. ഈ അച്ഛന്മാർ കൊച്ചിനെ ഉണ്ടാക്കുന്ന വഴിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. യുക്തിപരമായി ഒരിക്കലും നമുക്ക് കാണാനൊക്കത്തില്ല കുട്ടി പുരുഷന്മാരുണ്ടാക്കുന്നതാണെന്ന് കാണാനൊക്കത്തില്ല. കാര്യമുണ്ട്, അതിനെപ്പറ്റി അറിയാനൊക്കത്തില്ല. യുക്തിപരമായി നോക്കിയാൽ യോനിക്കകത്തു നിന്ന് കുട്ടി ഇറങ്ങി വരുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. അമ്മയുടെ കുട്ടിയാണ്. അങ്ങനെ അമ്മമാരുടെ കുട്ടിയാണെന്ന് അറിയുന്നിടത്തു നിന്ന് ഏതോ ഒരു കാലത്താണ് പുരുഷന്മാർ ലൈംഗിക ബന്ധവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് യുക്തിപരമായി നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ആദ്യമായിട്ട് ഈ കുട്ടി ഉണ്ടാക്കുന്നതിന് പുരുഷന് ഒരു പങ്കുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് വന്നതിന് ശേഷമാണ്
പുരുഷൻ്റെ കുട്ടിയാണ് അമ്മ പ്രസവിക്കുന്നതെന്ന് വന്നു. അങ്ങനെയാണ് കുട്ടികളെല്ലാം പുരുഷന്മാരുടെ കുട്ടിയായി മാറി, അമ്മമാരുടെ കുട്ടി അല്ലാതായി. അങ്ങനെയാണ് അച്ഛൻ്റെ കുട്ടിമാരായത്. ഗർഭം, പുരുഷൻ്റെ ഗർഭം ധരിക്കുന്ന അമ്മമാരാണ് പിന്നുള്ളത്. ഗർഭപാത്രം പേറുന്നവർ മാത്രമായി. എന്തുകൊണ്ടാ? അണ്ഡം കാണാൻ പറ്റത്തില്ല, ശുക്ലം കാണാൻ പറ്റും. അതുകൊണ്ട് ആ ശുക്ലത്തിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് ലിംഗാരാധന ലോകം മുഴുവൻ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അതുവരെ അമ്മമാരെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. പണ്ട് കാലത്തെ എല്ലാ ദൈവങ്ങളും അമ്മ ദൈവങ്ങളായിരുന്നു. നമ്മൾ ഒരു 12,000 വർഷം മുമ്പ്, 10,000 വർഷം മുമ്പ്, 8,000 വർഷം മുമ്പ് വരെയൊക്കെ നോക്കിയാൽ വലിയ മുലകളൊക്കെ ഉള്ള ഒരു വലിയ സ്ത്രീയുടെ രൂപമായിരുന്നു ആൾക്കാരുണ്ടാക്കിയിരുന്നത്. അത് അമ്മ ദൈവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഇന്ത്യക്കാർ ആദിപരാശക്തി എന്ന് പറഞ്ഞാലും യേശുക്രിസ്തുവിൻ്റെ അമ്മ മേരി എന്ന് പറഞ്ഞാലും ഒക്കെ ഈ പഴയ അമ്മ ദൈവങ്ങളാണ്. അതെല്ലാം പുരുഷന്മാരാണ് കുട്ടിയെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചതാണ്. കണ്ടുപിടിച്ചതിന് ശേഷം അത് കണ്ട് തിരിച്ചറിഞ്ഞത് ഇപ്പം ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയൊരു ഉത്തരവാണ്. അച്ഛൻ്റെ തനി സ്വരൂപത്തിലുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഇതെങ്ങനെയാടാ ഇങ്ങനെ ആയെന്നുള്ള യുക്തി കിട്ടിയപ്പോഴാണ്. അതായിരിക്കണം അതിൻ്റെ കാരണം. എടാ ഇവനെങ്ങനെ ഒരു മുഖത്തൊരു ഉണ്ണിയുള്ളവർ തന്നെ അതുപോലൊരു കൊച്ചു നിൽക്കുന്നുണ്ട്, ഇതിനകത്ത് എനിക്കൊരു കൈയുണ്ടെന്നുള്ള യുക്തി കിട്ടും. യുക്തിപരമായി ലോകത്തിനെ മനുഷ്യർ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പുരുഷൻ പണിയെടുത്തിട്ടാണ് ഈ കൊച്ചുണ്ടായതെന്ന് കണ്ടുപിടിച്ച്. അപ്പോൾ അമ്മയുടെ അണ്ഡം കാണാൻ പറ്റാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഇതിനകത്ത് റോളില്ല എന്ന് വന്നു. അങ്ങനെയാണ് അച്ഛൻ്റെ മക്കളായി മാറിയത്. അങ്ങനെ മാറിയപ്പോഴാണ് പുരുഷന്മാരുടെ ഗർഭം പേറുന്ന ആള് മാത്രമായി സ്ത്രീ മാറി. അങ്ങനെയാണ് നമ്മൾ നിലത്തിൽ വിത്തിടുന്നത് പോലെയാണ് ഗർഭപാത്രത്തിനകത്ത് നമ്മുടെ പുരുഷൻ്റെ വിത്തിടുകയാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പുരുഷന്മാരുടെ കുട്ടികളായിട്ട് മാറുകയും അമ്മമാർക്ക് സെക്കൻഡറി ആയ റോളുമായിട്ട് മാറിപ്പോയത്. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അണ്ഡം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതിന് ശേഷമാണ് സ്ത്രീകൾക്ക് ഒരു സ്ഥാനം കിട്ടിത്തുടങ്ങിയത്. അതുവരെ ഗർഭം പേറുന്ന പുരുഷൻ്റെ ഗർഭം പേറുന്ന ഒരു നിലം മാത്രമായിട്ട് സ്ത്രീകൾ മാറിപ്പോയി. അതുപോലെ സ്ത്രീകൾ തിരഞ്ഞെടുക്കുകയായിരുന്നു പുരുഷന്മാരെ. എല്ലാ പുരുഷന്മാരും പാട്ട് പാടിയും ഡാൻസ് ചെയ്തും ഗുസി പിടിച്ചും മിടുക്കനായി വന്ന് നിന്നാൽ സ്ത്രീയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പുരുഷനാണ് കുട്ടി ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിച്ചോടെ മാറിപ്പോയി. അങ്ങനെയാണ് പുരുഷന്മാർ ഇത് സ്ത്രീയുടെ റോള് തിരിഞ്ഞത്. ഇപ്പം പുരുഷന്മാരെ വശീകരിക്കുന്നത് പെണ്ണുങ്ങളായി. മറ്റേതങ്ങനല്ല. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ബലം ഉണ്ടായത്? എന്തുകൊണ്ടാണ്? പറ, ഇയാൾ പറ. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ബലം ഉള്ളത്? പുരുഷന്മാർക്ക് ബലം എന്തുകൊണ്ടാണ് അവിടെ? എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. പുരുഷന്മാർക്ക് ബലം ഉണ്ടായത് പരസ്പരം പൊരുതാനാണ്. രണ്ട് പുരുഷന്മാർ തമ്മിലടിച്ചിട്ട് കൂട്ടത്തിൽ കൊള്ളാവുന്നവൻ നിൽക്കും, അവനെ ആയിരുന്നു പെണ്ണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം പെണ്ണുങ്ങളുടെ മുന്നിലെ മറ്റൊരു പുരുഷനെ തോൽപ്പിക്കാനായിട്ടുള്ള കഴിവിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് പുരുഷന് ബലം ഉണ്ടാക്കേണ്ടിയും തോൽപ്പിക്കേണ്ടിയും വരുന്നത്? അതറിയാവോ? അത് മീറ്റിങ്ങിന്റെ കോഡ്ഷിപ്പാണ്. എന്തിനാണെന്ന് പറ. എന്നെ തോൽപ്പിക്കുന്നോ? എന്തിനാണ് മറ്റൊരു പുരുഷനെ തോൽപ്പിക്കേണ്ട ആവശ്യം? ശക്തിയുള്ള ഇത് വരുന്നതിന് എന്തുകൊണ്ടാണ് ആ ആവശ്യം വരുന്നത്? പെണ്ണുങ്ങൾ തമ്മിൽ പൊരുതത്തില്ല. പറ. അപ്പൊ നമ്മൾ പറയും അവിടെ ഒരു വേലിക്ക് നിന്ന് വഴക്കിടുന്നു എന്നൊക്കെ പറയും. അതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നല്ല ഇത് പാസ് ചെയ്യട്ടെ? നല്ലത് സ്ത്രീകൾ എന്തിനാണ് വഴക്കിടാതിരിക്കുകയും പുരുഷന്മാർ വഴക്കിടുകയും ചെയ്യേണ്ടി വരുന്നത്? എല്ലാ കുരങ്ങിനകത്ത് നോക്ക്, മാനിനകത്ത് നോക്ക്, കടുവയ്ക്കകത്ത് നോക്ക്, സിംഹത്തിനകത്ത് നോക്ക്, ആനയ്ക്കകത്ത് നോക്ക്, ഇതെല്ലായിടത്തും പുരുഷന്മാർ തമ്മിൽ ഇടിക്കുന്നുണ്ട്. നമ്മളെ ഹോർമോണാണോ? ഹോർമോണല്ല. തനിക്ക് എത്ര ബീജമുണ്ട്? എനിക്കോ? തൻ്റെ ഒരു തവണത്തെ സ്ഖലനത്തിനകത്ത് ലക്ഷക്കണക്കിനാട്. പെണ്ണുങ്ങൾക്ക് എത്ര അണ്ടമുണ്ട്? ഒറ്റേറെണ്ണേ ഉള്ളു. അതുകൊണ്ടാണ് വഴക്കിടുന്നേ. പുരുഷന്മാരുടെ ബീജം സുലഭമാണ്, വിലയില്ലടോ നമുക്കൊന്നും. പുരുഷനായിരിക്കുന്നവൻ്റെ ബീജത്തിന് ഒരു വിലയും ഇല്ല.
അത്ര അവൈലബിൾ. അതുപോലെ അവൈലബിൾ. സ്ത്രീകളുടെ അണ്ടം മാസം 1 ഉള്ളു. അതുകൊണ്ടാണ് അവർക്ക് വില ഉണ്ടാകാത്തത്. കാരണം എല്ലാ കോന്തന്മാരും, നമ്മളിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 3 ഉണ്ട്, 6 എണ്ണം ഉണ്ട്. ഒരു പെണ്ണ് ഇവിടെ വന്നാൽ ഈ 6 എണ്ണവും എന്നെ ഇടിക്കും ആദ്യം. കാരണം ഇവനെ ഏതെങ്കിലും കാരണവശാൽ ഈ വയസ്സിനെ അടുക്കരിക്കാൻ എന്നെ ആദ്യത്തെ ചവിട്ടിന് നിങ്ങൾ പുറത്താക്കും. എന്നിട്ട് ഈ പെണ്ണിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഈ 6 എണ്ണവും കൂടെ 5 എണ്ണം കൂടെ ഇടിയിട്ടുകൊണ്ടിരിക്കും. ഒരു റോഡിൽ ഒരു പെണ്ണിറങ്ങി നിന്നാൽ മതി, പുരുഷന്മാർ വട്ടം ചുറ്റി നിൽക്കും. അത് 70 വയസ്സായ പെണ്ണുമ്പിള്ള ഇറങ്ങി നിന്നാലും അവിടെ ഇറങ്ങി നിൽക്കും. നമ്മൾ ആരെങ്കിലും പോയി നിന്നാൽ ഒരു സംഘം പെണ്ണുങ്ങൾ വരുന്നു വട്ടം ചുറ്റി നിൽക്കുമോ? നിൽക്കത്തില്ല. ഇത് കാരണം അവർക്ക് അണ്ട വന്നേ ഉള്ളൂ, മാസത്തിൽ ഒരെണ്ണേ ഉള്ളു. വണ്ടി കയറി വരുമെന്ന് അവർക്കറിയാം. ഇതുകൊണ്ടാണ് നമുക്ക് ബലമില്ലാതായി, നമുക്ക് ബലമുണ്ടാവുകയും അവർക്ക് ബലമില്ലാതിരിക്കുന്നത്. അല്ല, സ്ത്രീകൾ ദുർബലരല്ല, അവർക്ക് തമ്മിലടിച്ച് ചാകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അവരാണ് കുറച്ചുകൂടി ബുദ്ധിയുള്ള. അവർ ബുദ്ധിയുള്ളത് കൊണ്ടല്ല, അവർക്ക് അണ്ട വന്ന അവർ ആര് ഇത് ഇയാൾ ഈ ബീജം ഉണ്ടാക്കിയത് ഇയാളാണോ? അവരാണോ അണ്ടം ഉണ്ടാക്കിയത്? അങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്. അണ്ടം ഇഷ്ടം പോലുള്ളതാണ് മീനിനകത്ത്. അതിനകത്ത് പുരുഷനെ കാണാൻ പോലും കിട്ടത്തില്ല, അത്ര ചെറുതാ. പെണ്ണുങ്ങൾ അത്ര വലുതാണ്, ഇഷ്ടം പോലെ മുട്ടയിടും. നമുക്ക് വലിപ്പം പെണ്ണുങ്ങൾക്ക് കുറയുകയും അണ്ടം ഉണ്ടാക്കി ഒരെണ്ണമാക്കി മാറ്റുകയും ചെയ്തത് വഴിയാണ് ഈ കോമ്പറ്റീഷൻ ഇങ്ങനെ ആയത്. പുരുഷന്മാർ തമ്മിലടിക്കാനാണ് ബലം, അല്ലാതെ കുടുംബം അധ്വാനിച്ച് പുലർത്താനൊന്നും അല്ല. അത്ര അറിയണം. നമ്മൾക്ക് ഈ കഴിവെല്ലാം വരുന്നത് ഈ ഒരു അണ്ടമുള്ള ഒരു പെണ്ണിനെ കാണാൻ അതിൻ്റെ പുറകെ പോകും. അത് അണ്ടമില്ലാത്ത പെണ്ണാണെന്ന് അറിഞ്ഞാൽ പോലും പോവും. ഒരു എന്താണ് ഒരു തെങ്ങയിലൊരു ദ്വാരം കണ്ടാൽ അവിടെ പോവും. ഇല്ലേ, പോകത്തില്ലേ? പോടൂ, ഇയാൾ നോക്കിയാൽ മതി. ലോകത്ത് എവിടെയെങ്കിലും ഒരു ദ്വാരം കണ്ടാ ഓടിപ്പോവും നമ്മൾ. പണ്ടേ ആളുകൾ വരത്തില്ല, ഒരു കമ്പയിൽ ഒരു സാരി തുമ്പ് ഇട്ടാൽ മതി, അവിടെ പോകുന്നു. അതാണ്, അത്ര കോമ്പറ്റീഷനാണ്. അങ്ങനെ അത് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ബീജമുള്ളവർ തമ്മിലടിച്ചിട്ട് കൂട്ടത്തിൽ മിടുക്കൻ നിൽക്കുന്നവരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് സ്ത്രീകൾ ചെയ്തിരുന്നത്. അല്ലാതെ അവർക്ക് വേറൊരു കാര്യവും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കൃഷി തുടങ്ങിയപ്പോൾ തമ്മിലടിച്ചാൽ പുരുഷന്മാർ ചാകും എന്ന് മനസ്സിലായപ്പോൾ അവരുടെ ശരീരബലം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയ സേനാനായകന്മാരാണ് നിയന്ത്രിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് ആ സേനാനായകനായി മാറി. അത് വലിയ കഥയുണ്ട്, ഞാനതെല്ലാം കൂടി ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ മാറിയ ആളുകൾ നിങ്ങൾക്കൊരു പെണ്ണിനെ ഞാൻ തരാം എന്ന് പറഞ്ഞാണ് പെണ്ണുങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇല്ലാതാക്കിയത്. അങ്ങനെയാണ് ഈ മോണോഗമി എന്ന് നമ്മൾ പറയുന്ന ഒരു പുരുഷൻ ഒരു പെണ്ണ് എന്ന് പറയുന്നത് തമ്മിലടിച്ച് ചാകാതിരിക്കാൻ രാജാക്കന്മാർ കണ്ടുപിടിച്ച ടെക്നിക്കാണ് വിവാഹം. അല്ലാതെ ഇയാൾ മനുഷ്യനെന്ന് പറയുന്നത് മോണോഗമസ് അല്ല. സീരിയൽ മോണോഗമി വേണമെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ പറയാം. അവർക്ക് ഒരു കുട്ടി കുറച്ച് നാളത്തേക്ക് 1 or 2 കുട്ടി ഉണ്ടാക്കുന്നതിന് ഒരാൾ, കാരണം സ്വന്തം കുട്ടിയെ ഈ പുരുഷൻ നോക്കും എന്നറിയുന്ന കാരണം കൊണ്ടാണ് അയാളെ കൂടെ നിർത്താനായിട്ട് അവർ വേറെ ആരുമായി ബന്ധം ഉണ്ടാക്കാതിരിക്കും. ഈ അവരുടെ കുട്ടികളാണില്ല, അവർക്ക് അത് സംശയമൊന്നുമില്ല. പുരുഷന് മാത്രമേ ഉള്ളൂ അവൻ്റെ കുട്ടികൾ സംശയമുള്ളത്. അല്ല, സ്ത്രീക്ക് ഏതെങ്കിലും കുട്ടി സംശയപ്പെടേണ്ടോ? അവരുടെ കുട്ടി തന്നെയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് മാത്രമാണ് സംശയമുള്ളത്. പുരുഷൻ്റെ അധ്വാനത്തിനകത്തൂടെ മാത്രമേ കുട്ടിക്കാലം നീണ്ടുപോകും. സാമൂഹികമായി പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായി നമ്മൾ മാറിയപ്പോഴാണ് കുട്ടികളുടെ കുട്ടിക്കാലം നീണ്ടത്. അപ്പോഴാണ് LKG UKG ഒക്കെ വിടാണ്ടി വന്നപ്പോഴാണ് ഈ ഗർഭം ധരിപ്പിച്ചവനെ തന്നെ കൂടെ നിർത്തേണ്ട ആവശ്യം വരുന്നത്. അവൻ്റെ കൊച്ചിനെ മാത്രമേ നോക്കൂ. ഇതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വേറെ ആരുമായി ബന്ധം ഉണ്ടാക്കത്തില്ല, നീ അങ്ങനെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന നമ്മൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു കരാറാണ്. പക്ഷേ ജീവനെന്ന് പറയുന്നതിന് ഡൈവേഴ്സിറ്റി ആവശ്യമാണ്. ഒരേ തരത്തിലുള്ള കുട്ടികളെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഒരു രോഗാണു വന്ന് എല്ലാത്തിനെയും കൊല്ലും. വ്യത്യസ്തമായ ജനിതകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകത്തുള്ളൂ. ഇതുകൊണ്ട് വൈവിധ്യമാർന്നിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യവും അതിനകത്ത് നിൽക്കും. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ് വരുന്നത് അല്ലേ? ബെറ്റർ എന്നുള്ളതല്ല, വ്യത്യസ്തതകൾ വേണം. ഡിഫറെൻ്റ് ആയിരുന്നാണല്ലേ. ഒരേപോലെ ഒരേ അച്ചിൽ വാർത്ത ആൾക്കാരാണെങ്കിൽ ഒറ്റയടിക്ക് മുഴുവൻ ചത്തു. ആദ്യം ഉണ്ടായിരുന്ന പാർത്തോജനസിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തന്നെ പല അണ്ടത്തിനകത്തൂടെ
കുഞ്ഞിനെ ഉണ്ടാക്കുമായിരുന്നു. ഈ പുരുഷൻ വേണ്ട, പുരുഷൻ വേണ്ടാതെ കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് പെണ്ണുങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു രോഗാണു പിടിച്ചാൽ മുഴുവൻ എണ്ണവും ചത്തുപോകും. അത് കാരണം കൊണ്ടാണ് വ്യത്യസ്തമായ 2 ജനിതകം ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമാണ് തുടർച്ച നിലനിൽപ്പിന് കഴിവുള്ളത് എന്ന് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ലൈംഗികമായ ബന്ധങ്ങളിലൂടെ കുട്ടി ഉണ്ടാക്കുന്നിടത്ത് എത്തുന്നത്. ഇതൊക്കെ ജീവന്റെ പരിണാമത്തിനകത്ത് എല്ലാം കൂടെ ഞാനിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് അതുണ്ടായത്. അപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു 1-2 കുട്ടികളോ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീകളും വേറെ ആളുകളെ അന്വേഷിക്കുന്നിടത്തെത്തും. പുരുഷന്മാരാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അന്വേഷിക്കുന്നവരായിട്ട് മാറും. അല്ലാതെ കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവിടെ തടിക്കും കൈയും കൊടുത്തിരിക്കത്തില്ല, അപ്പം തന്നെ സ്ഥലം വിട്ടുകളയും. ആ നിൽക്കുന്ന പുരുഷന്മാരെ ഈ കുട്ടിയെ വളർത്തുന്ന കാലം നീണ്ടപ്പോൾ അവരെ നോക്കാനായിട്ട് നിർബന്ധിക്കുന്നതിനാണ് വിവാഹം കഴിച്ച് കരാറിൽ ഒപ്പിടിയിച്ച് സാക്ഷി നിർത്തിയത്. ഇവനെ ഉത്തരവാദിത്തപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ ആഘോഷിച്ച് കരച്ചിലാണ്. എൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും പോയടാ, ഇന്ന് തൊട്ട് ഞാൻ പെട്ടു എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാർ മുഴുവൻ കരയുന്നത് അങ്ങനെയാണ്. ഒരാളുടെ കൂടെ ഇനി ജീവിക്കാൻ ബാധ്യതപ്പെടുത്തുന്ന കരാറാണത്. സ്ത്രീകൾ ഈ സ്വന്തം കുട്ടിയല്ലാതെ പുരുഷൻ നോക്കത്തുമില്ല. അത് കാരണം കൊണ്ടാണ് അവർ വേറെ ആരുമായി ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ സ്വാഭാവികമായിട്ട് തന്നെ അത് ചെയ്യും. പക്ഷേ ഡൈവേഴ്സിറ്റി ആവശ്യമായത് കണ്ട് 1-2 കുട്ടിയായി കഴിഞ്ഞാൽ വേറെ ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നവർ തന്നെയാണ് സ്ത്രീകളും. അപ്പോൾ സ്വന്തം ഇണയെ വീട്ടിലിട്ട് പൂട്ടിയിട്ട് എല്ലായിടത്തും ഇണ ചേരാനായിട്ട് നടക്കുന്നതാണ് പുരുഷന്മാർ. കാരണം ഇതാണ് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡിൽ വരുന്ന എല്ലാ പെൺകുട്ടികളെയും പിടിക്കുന്നത് ഈ വീട്ടിലെ പുരുഷന്മാർ തന്നെയാണ്. നമ്മുടെ അമ്മാവന്മാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ തന്നെയാണല്ലോ റോഡിലിരിക്കുന്നത്. വേറെ ആരുണ്ടോ? വല്ല അന്യ പുരുഷന്മാരെന്ന് പറയുന്ന ആരാണ്? ഏതെങ്കിലും വീട്ടിലുള്ളവനല്ലേ? അമ്മയച്ഛനും പാലും തേനും ഒക്കെ കൊടുത്ത് വളർത്തിയവനല്ലേ? അവർ തന്നെയാണുള്ളത്, വേറെ ആരുമില്ല. അപ്പോൾ അന്യരായ ആളുകളെ മുഴുവനും ഓടിച്ചിട്ട് പിടിച്ച് ബലാത്സംഗം ചെയ്യുന്നതും ഇതേ പുരുഷന്മാർ തന്നെയാണ്. അത് ഈ പറയുന്ന കാരണങ്ങളുമുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പം ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നിയന്ത്രിതമായി ഇത് ചെയ്യണം. അപ്പം കുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുഞ്ഞുണ്ടാകാതെ നോക്കണമെന്ന് അറിയുന്നതുകൊണ്ടാണ് അവരോട് നിയന്ത്രിക്കാൻ പറയുന്നത്. തെറ്റായതുകൊണ്ടല്ല, അവരെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരുന്നത്. കുട്ടി വരുന്നതോട് കൂടി പിന്നെ കുട്ടിയല്ലേ പ്രയോറിറ്റി വരുന്നത്. ആ കുട്ടിയെ നോക്കാനായിട്ട് ഇവർക്ക് കഴിവില്ല. അതെ അതെ. പണ്ടാണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണ്ടായിരുന്നു. മരത്തെ കയറാനും തേനെടുക്കാനും ആമയെ കുത്താനും തോട്ടിച്ചാടി മീനെ പിടിക്കാനും ഒക്കെ പഠിച്ചാൽ മതിയായിരുന്നു. അതിന് ആരും പഠിപ്പിക്കണ്ട, ഇത് ആ സംഘത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. നമുക്ക് ഇന്നത്തെ ജീവിതചര്യ ഇത്തരത്തിലുള്ള വികസിതമായ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയ ആധുനിക സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് കുട്ടിക്കാലം നീണ്ടതും. കുട്ടിക്കാലം നീണ്ടപ്പോൾ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയാതാകുന്നത്. അല്ലെങ്കിൽ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് തന്നെത്താൻ വളർത്താവുന്ന ഒരു കുഞ്ഞു മാത്രമായിരുന്നത്. ഗോത്രത്തിനകത്ത് സിംഗിൾ മദറില്ല, മദേഴ്സേ ഉള്ളു. ഗോത്രത്തിൽ എല്ലാവരും മദേഴ്സേ ഉള്ളു, അല്ല സിംഗിൾ മദർ എന്ന് പറഞ്ഞില്ല. നമ്മൾ ഈ ഇപ്പൊ പറയുന്ന സിംഗിൾ മദർ എന്ന് പറയുന്നത് ജനാധിപത്യത്തിനകത്ത് ഇന്നത്തെ കാലത്ത് ഇരട്ടകളിലാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ഈ സംഭവമൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതുകൊണ്ടാണ് സിംഗിൾ മദർ ഉണ്ടായത്. അല്ല പണ്ട് കാലത്ത് സിംഗിൾ മദർ ഇല്ല, മദറേ ഉള്ളു. ഈ തരത്തിലുള്ള ലോകത്തിനെ പറ്റിയുള്ള അറിവും കൂടെ ഒക്കെ ഉണ്ടെങ്കിലേ ഈ ലൈംഗികതയെ പറ്റി മനസ്സിലാകൂ. അതുകൊണ്ട് തെറ്റും ശരിയും ഒന്നും അല്ല, ഇത് നിയന്ത്രിതമായി ചെയ്യേണ്ടതാണെന്ന് പഠിപ്പിക്കുക വേണ്ടത്. വണ്ടി ഓടിക്കുമ്പോൾ വളവിൽ 60 കിലോമീറ്ററിൽ കൂടുതൽ പോയാൽ അടുത്ത ഭിത്തിയിലിടിക്കും എന്നുള്ളത് കാരണം കൊണ്ട് നിയന്ത്രണം അവിടെ പതുക്കെ 50 കിലോമീറ്ററിൽ ഓടിക്കണം എന്നവിടെ എഴുതി വയ്ക്കുന്നത് പോലെ നിയന്ത്രിതമായി ഉപയോഗിക്കാനും ചെയ്യാനുമാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ വണ്ടി ഇടിക്കുമെന്ന് പറയുന്ന കാരണം കൊണ്ട് വീട്ടിലിട്ടേക്കാനല്ല, വണ്ടി വീട്ടിൽ വെച്ചേക്കാനല്ല വണ്ടി മേടിച്ചിരിക്കുന്നത്. നിയന്ത്രിതമായി ഉപയോഗിക്കാനാണ്. പഠിച്ച് പരിശീലനം, ഹെൽമെറ്റും വെച്ച് കയ്യിൽ ഉറയും ഇട്ട് ആക്സിഡൻറ്റ് വന്നാൽ ഏറ്റവും മിനിമൈസ് ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടത്. അല്ല വണ്ടി ഓടിക്കരുതെന്ന് പറയാനല്ല, വണ്ടി ഓടിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കാനല്ല. സീറ്റ് ബെൽറ്റ് ഇടാനാണ് പഠിപ്പിക്കേണ്ടത്, വണ്ടി ഓടിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. വണ്ടി നന്നായി ഓടിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം വണ്ടി വീട്ടിലിട്ട് പൂട്ടണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പഠിപ്പിക്കുകയല്ല വേണ്ടത്. ഇതുപോലെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ലൈംഗികതയ്ക്കകത്തെ വിദ്യാഭ്യാസം. കഴിഞ്ഞു.